ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇന്നത്തെ കഥ ഒന്നുമല്ല, ഇച്ചിരി ക്ലിപ്പായിട്ട് ഞാൻ ഇവിടെ വൈകിട്ട് കാര്യങ്ങളൊക്കെ എടുക്കാം. അമ്മ ഉച്ചയ്ക്ക് വന്ന്, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞാനിവിടെ ഓരോ തൂക്കുകയും ഓടി നടന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കിയതൊക്കെ. ചെടിക്ക് വെള്ളം ഒഴിക്കണ്ട, നല്ല മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കണ്ട. അപ്പം ഇത് നമ്മുടെ മാങ്ങയാണ്ടോ, ഇതൊക്കെ വിളഞ്ഞില്ല. വിളയുമ്പം അച്ഛൻ വെച്ച് വെക്കും. കണ്ടോ, ഒരു വെയിലടിക്കുമ്പോൾ നല്ല രസമുണ്ട്. കുറച്ചൊക്കെ ഇങ്ങനെ ചുമന്ന് നിൽക്കും, അത് കാണാൻ ചിലതൊക്കെ. ഞാൻ നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ തണ്ണിമത്തൻ കാണിച്ചായിരുന്നു. സോ എൻ്റെ തണ്ണിമത്തൻ ഇപ്പം കുറച്ചും കൂടെ തുമ്മക്കനായിട്ടുണ്ട്. കാണിച്ചിരട്ടെ. ഇത് നല്ല ഇത് ഇത്ര ആവത്തോളോ. അവിടെ ഇരുന്നോ. ഇത് നല്ല വലുതായിട്ടോ. ഇത് നല്ല വലുതായി, ഇത്രയും വലുതായത്. നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. പൊക്കി എടുക്കണ്ട, വളരട്ടെ. ഒരെണ്ണം ഇവിടെ അനാഥനായിട്ട് വളരുന്നു ഗൈസ്. പോട്ടെ, സാരമില്ല, നീ വളർന്നു. അയ്യോ, ഒരെണ്ണം അങ്ങ് കരിഞ്ഞു പോയോ. ഇതെന്തോന്നത്. താണ്ട വേറൊരെണ്ണവും ഇവിടെ അനാഥനായിട്ട് വളരുന്നു. അപ്പം ഇത്ര തണ്ണിമത്തനുള്ളൂ. എപ്പോഴും തണ്ണിമത്തൻ കാണിച്ചെന്നും പറഞ്ഞു ആരും എന്നെ കളിയാക്കരുത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ തണ്ണിമത്തൻ കഴിക്കാൻ. നമ്മുടെ വീട്ടിൽ വളരുന്ന തണ്ണിമത്തൻ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് കാണത്തില്ല. നമ്മൾ ഇങ്ങനെ ആദ്യമായിട്ടല്ലേ കാണുന്നത് വീട്ടിലൊക്കെ തണ്ണിമത്തൻ പിടിക്കുന്നു. നമുക്ക് അത് ഞാൻ കറക്റ്റ് ആകുമ്പോൾ ഞാനതും വീഡിയോ എടുത്ത് കാണും. അമ്മ ദാണ്ട് തൂക്കുവാണ് ഗൈസ്. ഇത് കണ്ടില്ലേ, ഇത് മൊത്തം ഇല്ലേ. എന്തൊരു ചക്കയായിരുന്നു അമ്മ. അഞ്ഞിലിച്ചക്ക. ഫോർ എ സെക്കൻഡ് ഞാൻ ഇതിൻ്റെ പേര് മറന്നു. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ മരം. ഇത് മൊത്തം താഴെ വീണ് ഇവിടെ ചപ്പിളിയായി കിടക്കുക. എന്നെ ഉറുമ്പ് കടിച്ചു. അമ്മേനെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് ആരും പറയരുത്. ഞാനായിരുന്നു വൈകിട്ട് ഇവിടെ തൂക്കുന്നത്. ഇന്നത്തേക്ക് അമ്മ തൂക്കട്ടെ. അമ്മ ഇന്ന് ഉച്ചയ്ക്ക് വന്നേല്ലേ, ഇന്ന് അമ്മ ചെയ്യട്ടെ. അല്ലാത്ത ദിവസമില്ല ഞാനാ തൂക്കും. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അമ്മ എൻ്റെ പാൻറ്റിനകത്തൂടൊക്കെ കയറുക. അമ്മയ്ക്ക് എന്താ എൻ്റെ ഈ കമൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്? ഞാനിപ്പോൾ പറഞ്ഞ ഡയലോഗിനെ കുറിച്ച് എന്താ പറയാൻ? ഒന്നും പറയാനില്ല. നോ വേർഡ്സ്. അമ്മ ഹാസ് നോ വേർഡ്സ്. അപ്പം അമ്മ തൂക്കട്ടെ. ഇനി ഞങ്ങൾ മീൻ വെട്ടാൻ പോവല്ലേ ഇനി. അജു ഞങ്ങളെ കാണിക്കാൻ വേണ്ടി പഠിക്കുവാന്ന് തോന്നുന്നു കേട്ടോ അമ്മ. അപ്പം പാട്ടൊക്കെ ഇട്ടോട്ടിരുന്ന് പഠിക്കുന്നത്. അമ്മ ഇവിടെ മീൻ വെട്ടുന്ന വയസ്സ്. ഞാൻ സഹായിക്കണോ അമ്മേ? സഹായിക്കണോ? അമ്മ എൻ്റെ പാൻറ്റിൽ കയറിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ എന്നെ മൈൻഡ് ചെയ്ത് പോയില്ലേ. അമ്മേനെയും കടിക്കട്ടെ. ചൂട ഈ ചൂട കിട്ടിയാൽ ഒരു മെനക്കേടാണ് അല്ലേ. കടിച്ച് ഒരു ദിവസവും കണ്ടിച്ചു തരാം ഞാൻ. അമ്മ പെട്ടെന്ന് കണ്ടിക്കും കേട്ടോ. വെട്ടിക്കഴിഞ്ഞ് നമുക്കിനി ഞാൻ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഞാൻ പൊളിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചതച്ചെടുക്കാം. ഓക്കെ. അപ്പം ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. പേസ്റ്റ് ആക്കണ്ടെന്ന് അമ്മ പറയുന്നത്. അമ്മ എന്നെ കൊല്ലുന്ന. അമ്മ മീൻ വെട്ടി കഴിഞ്ഞു. മീൻ സുന്ദരി കുട്ടപ്പനായി വെട്ടി. ഓക്കെ, നമുക്കിനി കറി വെക്കാം. ചൊട്ടി അടുപ്പി വെക്കട്ടെ. ഇതില്ല, ചട്ടി വെച്ച് ഗായ്സ്. ഇനി ചട്ടിയിൽ വെള്ളം പറ്റട്ടെ. ചട്ടിയിൽ വെള്ളം പറ്റുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഈ പേരയ്ക്കായും ഈ കോവയ്ക്കായും നമ്മുടെ വീട്ടിലെ തന്നെയാണ് കേട്ടോ. ഞാനും അമ്മയും കൂടെ എത്തി വലിഞ്ഞു കിടന്ന് പിച്ചിയെടുത്തതാണ്. മുകളിൽ നിൽക്കുക ഇത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഭയങ്കര സാഹസികമായിട്ട് പിച്ചതുകൊണ്ട് നിങ്ങളെ കാണിച്ചതാണ്. ഓക്കെ. കോവയ്ക്കൊക്കെ കാണിച്ചിട്ട് വന്നിട്ട് ഇത് വെള്ളം പറ്റിയില്ല ഇതുവരെ. ഓക്കെ, ഇതപ്പോൾ പറ്റാനാ.
നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ചട്ടി ചൂടായിരിക്കുന്നു. ഇച്ചിരി വെള്ളം കൂടെ ഉണ്ട്. അത് ഒന്ന് ചട്ടി പോഹയെന്നല്ലോ ഒന്ന് ചെയ്യുന്നു. നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടാണ് വെള്ളം എണ്ണ ഒഴിക്കാം. എണ്ണ പറയണ്ടമ്മ, എനിക്കറിയാം. എണ്ണ ചൂടായി. പുക വരുന്നതാരും ശ്രദ്ധിക്കേണ്ട. ഇച്ചിരി ആ വെള്ളം അതിനകത്ത് ഇരുന്ന് കേട്ടോ. അതുകൊണ്ടുള്ള ഒരു റിയാക്ഷനായി കാണുന്നത്. എൻ്റെ ആക്കാന്ന് കൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളത്തിനകത്തോട്ട് തന്നെ എണ്ണ ഒഴിച്ചു. അപ്പോൾ ഗൈസ്, ആദ്യം നമുക്ക് ഉലുവ ഇടാം. ഇനി കടുക് ഇടാം. ഉലുവയിൽ കടുക് ഇതൊന്ന് പൊട്ടട്ടെ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി അല്ല, കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടാണ് കേട്ടോ. അത് മാങ്ങ ഇട്ട മുളക് കറി വെക്കുന്നത്. നാളെയും കൂടി എടുക്കാമല്ലോ, വൈകിട്ടല്ലേ വെക്കുന്നത്. ഇതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് എന്തോ ഒരു മടി അതിനകത്ത് വീഴാൻ. രണ്ട് സ്പൂൺ മുളക് പൊടി. ഇനി അതിൻ്റെ അരയൊക്കെ മതി. ഇനി മല്ലിപ്പൊടി കേട്ടോ. ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മഞ്ഞപ്പൊടി ഇട്ടില്ലല്ലോ, മഞ്ഞപ്പൊടി ഇടണം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കാം. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇതൊന്ന് പിടിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇതാക്കി എടുക്കാം. എണ്ണ ഇതാക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് എണ്ണ ഇനി തെളിഞ്ഞ് വരുമ്പോൾ ബാക്കി വെള്ളം ഒഴിക്കാം. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഉണ്ടോ ഗൈസ്? ഇനി ഇതിനകത്ത് ഇച്ചിരി ബാക്കി വെള്ളവും കൂടെ, ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ബാക്കി വെള്ളം ഒഴിക്കാം. ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വെള്ളം കൂടെ വേണേ. അതിനിടയ്ക്ക് അജുവിടെ വിളക്കൊക്കെ കത്തിച്ചായിരുന്നു കേട്ടോ. ചന്ദനത്തിരി തീർന്നു പോയി. അതുകൊണ്ട് ചന്ദനത്തിരി കിട്ടിയില്ല കത്തിക്കാൻ. മെയിൻ സാധനമായിട്ടുള്ള മാങ്ങയുടെ ഇളക്കൂ. കടുവറാണ്. ഇളക്കൂ. ഇച്ചിരി ഉപ്പും കൂടെ ഇടമ്മ. കൈ ഒഴിവില്ല. നമുക്ക് അടച്ചു വെക്കാം. തിളക്കട്ടെ. ഓക്കെ. തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് മീനിടാം. ഉലുവപ്പൊടി ഇട്ടിട്ട് മീനിടാം. ഇത്രയും വേണ്ട കേട്ടോ, ഇച്ചിരി മതി. മീനിടാം. പറക്കുന്നില്ലേ? ബാക്കി എടുത്ത് വെച്ച് നാളെ എടുക്കാം. വറുത്ത് വേണോ?
അമ്പലത്തിൽ ദീപാരാധനയുടെ മണി കേൾക്കുന്ന കേട്ടാ. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈവനിങ് വ്ളോഗ്. കുഞ്ഞൊരു വ്ളോഗായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേരെ. ആൻഡ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ അജു ബൈ പറ. ബൈ. അജു വയ്യാതിരിക്കുക കേട്ടോ, ഒരു ക്ഷീണിച്ച ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.